അവൾ കണ്ണു ചിമ്മി തുറന്നു നോക്കിയപ്പോൾ പേടിച്ചുപോയി. അവൾക്ക് പരിചിതമായ സ്ഥലമേ അല്ലായിരുന്നു അത്. അവൾ കൂവാനായിട്ട് തുടങ്ങി. അത് മനസ്സിലാക്കിയെന്നോണം അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ കടിച്ചു. നിനക്ക് എന്തോത്തിൻ്റെ കേടാടി? നീ തനി പട്ടിയുടെ ജന്മമാണല്ലോ. കടിച്ചു മുറിച്ചില്ല നീ എന്നെ. ഞാൻ കടിച്ചതാണല്ലേ കുഴപ്പം? ഒരു പ്രായപൂർത്തിയായ പെണ്ണിനെ തട്ടിക്കൊണ്ട് വരിക, അവളെ കൊണ്ട് ശ്വാസം മുടിച്ച് കൊല്ലാൻ നോക്കുക, അതൊക്കെ ഭയങ്കര കാര്യമാണല്ലേ? ഡിഡി, നീ കൂടുതൽ കിടന്ന് ചിലക്കല്ലേ. സത്യം എന്താണെന്ന് പറഞ്ഞിട്ട് നീ ചിലയ്ക്ക്. ഞാൻ ചിലയ്ക്കും. എൻ്റെ വായ വെച്ചിട്ടാണ് ഞാൻ ചിലയ്ക്കുന്നത്, ഇയാളുടെ വായ വെച്ചിട്ടില്ല. നമ്മൾ കൂടുതൽ കിടന്ന് ചിലച്ചാലേ നിൻ്റെ പല്ല് മൊത്തം ഞാൻ കൊഴിക്കും. ഒന്നാമത് ഇപ്പോൾ പാവയ്ക്ക കെട്ടി വെച്ചോണുള്ള കൊലവ. പല്ലും കൂടി ഇല്ലേ, കാണാൻ നല്ല ചേലായിരിക്കും. ഡോ, താൻ എന്നെ അടിക്കും അല്ലേ? അടിക്കും. ചിലപ്പോൾ അടിയിൽ മാത്രം ഒതുക്കുന്നു വരില്ല, മറ്റു പലതും ചെയ്തെന്നിരിക്കും. ഇതും പറഞ്ഞ് അവൻ അവളെ നോക്കി ഒരു വഷളൻ ചിരി ചിരിച്ചു. അതിനുശേഷം അവൻ അവളുടെ അടുത്തേക്ക് ചാഞ്ഞു. അവൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടി. അവൾ പൊള്ളിപ്പിടഞ്ഞുപോയി. അവളുടെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി. അവൻ പതിയെ അവളിലേക്ക് ചാഞ്ഞ് കൈ പുറകിലേക്ക് കൊണ്ടുപോയി അവൻ്റെ ഫോൺ എടുത്ത് അവളിൽ നിന്ന് വിട്ടുമാറി. അന്നുവാണേൽ ഇപ്പോഴും ഷോക്കടിച്ച കാക്കയെ പോലെ ഇരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് എവിടെ നിന്നോ പോയ കിളികളൊക്കെ അവളുടെ കൂട്ടിൽ കയറി. അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ അവൾ അവനോട് ചൂടായി. ഡോ, താൻ എന്തുവാ കാണിച്ചത്? ഞാൻ അതിനൊന്നും കാണിച്ചില്ലല്ലോ. മോൾക്ക് നിർബന്ധമാണ് ഇച്ഛ, ഞാൻ കാണിച്ചു തരാം. അവളുടെ തൊണ്ട വറ്റി വരണ്ടുപോയി. കൂടാതെ അവളുടെ സാഹചര്യവും പ്രതികൂലമല്ലാത്തതുകൊണ്ട് അവളൊന്നും മിണ്ടിയില്ല. അവൾ ശരിക്കും പേടിച്ചിരിക്കുകയായിരുന്നു. അവൻ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയെന്നോണം അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. ഒരു വേള ഇച്ചായനെ സംശയിച്ചതിൽ അവൾക്ക് സങ്കടം തോന്നി. നിനക്ക് വേണേ ഇച്ചിരി നേരം കൂടി റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വേണ്ട ഇച്ചായ, ഇപ്പോൾ തലവേദനയില്ല, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. റോബിൻ ആൻഡ് ദേവു. ഇച്ചായൻ എന്നാലും എന്തൊരു പണിയാണ് കാണിച്ചത്. എന്നെ മാത്രം വിളിച്ചില്ല. ഇനി ഞാൻ ഇച്ചായനോട് മിണ്ടില്ല. ഇനി വരട്ടെ. ഇതെല്ലാം കേട്ട് റോബിൻ കിളി പോയിരിക്കുകയാണ്. ഈ കിളി പോയതിനെയാണല്ലോ ദൈവമേ എനിക്ക് പ്രേമിക്കാൻ തോന്നിയത്. ദൈവമേ നീയേ തുണ, റോബിൻ ആത്മഗതം പറഞ്ഞു. ഡി, നീ പൊട്ടിയാണോ അതോ പൊട്ടിയായിട്ട് അഭിനയിക്കുവാണോ? ഞാൻ പൊട്ടിയൊന്നുമല്ല. എടി പുല്ലേ, അവർ നമുക്ക് പ്രൈവസി കിട്ടാൻ വേണ്ടി ഇവിടുന്ന് മാറിയതാടി. ഇങ്ങനെയുണ്ട് ഒരു പൊട്ടി. കഷ്ടമാട്ടോ നിൻ്റെ കാര്യം. അവർ പോയപ്പോൾ തൊട്ട് അവൻ അവളോട് കാര്യം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നോ റെസ്പോൺസ്. ഡി, നിന്നോടാ ഞാൻ പറഞ്ഞത്, വല്ലതും കേട്ടോ? സോറി ജയ. അവൾ അവളുടെ 32 പല്ല് മിളിച്ചു കാട്ടി സോറി പറഞ്ഞു. സോറി അല്ല, കോറി. നിന്റെ സോറി കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. സോറി ജയ, ഞാൻ ഓർത്തില്ല. പക്ഷേ അവൻ്റെ ഭാഗത്തു നിന്ന് ഒരനക്കവും ഇല്ല. ഇങ്ങനെയുണ്ടോ മനുഷ്യർക്ക് ജാട? കാലമോടൽ. ഞാൻ കാണിച്ചു തരാം തൻ്റെ ജാട മാറ്റാനുള്ള വഴി, ദേവു ആത്മകഥം പറഞ്ഞു. ഇതൊന്നും നേരിട്ട് പറയാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. അവളെങ്ങാനും അവനോട് നേരിട്ട് പറഞ്ഞാൽ അവളെ തറയിൽ നിന്ന് തൂത്തുവാരി എടുക്കേണ്ടി വരുമെന്ന് അവൾക്കറിയാം. ദേവുവിന് നല്ലവണ്ണം അറിയാമായിരുന്നു റോബിന് ദേഷ്യം വന്നാൽ പിന്നെ അവൻ പഴയപടിയാവാൻ കുറച്ച് സമയമെടുക്കുമെന്ന്. പ്ലീസ് ഒന്ന് നോക്ക്. എവിടുന്ന്? അവൻ അവളെ മണൽപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. ദേവു അത് കണ്ടപ്പോൾ എന്തോ മനസ്സിൽ തീരുമാനിച്ചു. അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ അവളുടെ ചുണ്ടിൽ നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി ഉണ്ടായി. അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. അവനിൽ ഒരു കുസൃതി ചിരിയുണ്ടായി. അവൻ മറുകൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. ഇങ്ങനെ എപ്പോഴും തരുവാണേ ഞാൻ എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കാം. എന്തു പറയുന്നു? പോടാ. എന്തായാലും ഇന്ന് നിങ്ങൾക്കിനി ക്ലാസ് ഇല്ലല്ലോ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഞാൻ അമലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്നുവിൻ്റെയും അച്ചുവിൻ്റെയും കാര്യങ്ങൾ അവന്മാർ നോക്കിക്കോളും. എന്നാൽ ഇതേ സമയം താൻ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന പ്രാണന്റെ സ്നേഹം മനസ്സിലാക്കുകയായിരുന്നു ദേവു. പോകാം, ബട്ട് ഒരുപാട് താമസിക്കരുത്. പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവരണം. ഓക്കെ, വാ പോവാ. അവൻ അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് ബുള്ളറ്റിൻ്റെ അരികിലേക്ക് നടന്നു. വാ കയറടി. ദേവു അവൻ്റെ തോളിൽ പിടിച്ച് കയറിയിരുന്ന് വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ച് സായാഹ്ന കാറ്റ് ആസ്വദിച്ച് അവരുടെ ലോകത്തിൽ യാത്ര ചെയ്തു. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന ഒരു ജോഡി കണ്ണുകളിൽ പകയെരിഞ്ഞു. അവരുടെ സന്തോഷങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്താൻ ആ കണ്ണുകളിലെ പകയ്ക്ക് സാധിക്കുമോ? ആ പരട്ടെ ഒരു ജോഡി കണ്ണുകൾ ആരുടെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. വേറെ ആരുടെയാവാൻ? നമ്മുടെ സാന്ദ്ര തന്നെ. ദേവു, നീ ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുന്നത് എനിക്കൊന്ന് കാണണം. എനിക്കറിയാം നിന്നെ എന്ത് ചെയ്യണമെന്ന്.
സാന്ദ്ര ആത്മകഥം പറഞ്ഞു. ഗൂഢമായൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ നിഴലിച്ചു. അവൾ പുച്ഛത്തിൽ ചുണ്ടുകൂട്ടി. അവരുടെ ബുള്ളറ്റ് ചെന്ന് നിന്നത് കൊല്ലം ബീച്ചിലായിരുന്നു. നന്ദു, മോളെ ഇറങ്ങടി. ആ, എത്തിയോ? ഞാൻ അറിഞ്ഞതേയില്ല. എത്തി. അവർ കൈകോർത്ത് പിടിച്ച് ആ കടൽക്കരയുടെ സായാഹ്ന കാറ്റും ആസ്വദിച്ച് അവരുടെ ലോകത്തിൽ ചേക്കേറി പ്രണയിച്ചു. ഇതേ സമയം വേറൊരിടത്ത് 23 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. നീ സത്യമാണോടാ പറഞ്ഞത്? അപ്പോൾ എന്നെ ദോഷമോനെ ഞാൻ കൊല്ലും. എന്ത് ധൈര്യത്തിലാണ് അവൻ എൻ്റെ പെണ്ണിനെ പൊക്കിയെടുത്ത് ഉമ്മ വെച്ചതും? അവൾ എൻ്റെയാ. അവളുടെ മേനി അഴുക ആസ്വദിക്കേണ്ടത് ഞാനാണ്. അവളുടെ മേനിയിൽ തൊട്ട പന്ന ജോയലിനെ ഞാൻ കൊല്ലും. യുവർ കൗണ്ട് ഓൺ ഫ്രം സ്റ്റാർട്ട്സ് നൗ ജോയൽ. അടുത്ത ദിവസം. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആ ദേവു ഇനി പുറലോകം കാണാൻ പാടില്ല. അഥവാ അവൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഷീ മസ്റ്റ് ബി ബ്രൂട്ടലി റേപ്ഡ്. റോബിൻ അവളുടെ ശരീരം കാണുമ്പോൾ വെറുപ്പ് തോന്നണം. അവൻ അവളെ ഉപേക്ഷിക്കണം. എന്നിട്ട് അവൻ എൻ്റെ അടുക്കൽ വരണം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം. ഒരു തലപ്പിഴയും സംഭവിക്കാൻ പാടില്ല. ഓക്കെ മാഡം? ഓക്കെ. പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് സംഭവിച്ചു കഴിയുമ്പോൾ 20 lakhs നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കും. ഓക്കെ. നീലാകാശം പീലി വിരിക്കും പച്ചത്തെങ്ങോല, കരിഞ്ഞ മഞ്ഞ പുഞ്ചിരിയാകെ ചുവന്ന റോസാപ്പൂ, കറുത്ത പശുവിൻ വെളുത്ത പാൽ കുടിച്ചതിൽ പിന്നെ കറുത്ത രാത്രി ഭീകരമെല്ലാം ഓർത്തു കിടന്നു ഞാൻ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, അപ്പ് അബവ് ദ വേൾഡ്സ് ഓഫ് ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. ഈ പാട്ടും പാടി ഇനി തൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ് ദേവു. ദേവുവിൻ്റെ ഫോൺ റിങ് ചെയ്യുകയാണ്. ഡി, എന്തുവാടി രാവിലെ തന്നെ നിങ്ങൾ കോൺഫറൻസ് കോളിൽ? ഡി, എൻ്റെ സ്കൂട്ടി പണി മുടക്കി, അതുകൊണ്ട് ഞാൻ അച്ചുവിൻ്റെ കൂടെ വരാം. നീ കോളേജിലിട്ട് വിട്ടോ? ഞാൻ ഒരുങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ താമസിക്കും, പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ വെക്കോ. കൂടാതെ നിനക്ക് നേരത്തെ ചെല്ലാൻ റോബിച്ചോട് സൊള്ളാലോ. പുല്ലേ വെച്ചിട്ട് പൊടി, ഞാൻ ഇറങ്ങുവാ. ശരി, ഞാൻ പോയി എൻ്റെ ചെവി അബ്ബാസ് ഏട്ടൻ്റെ ഹാർപ്പിക്കിട്ട് കഴുകട്ടെ. അവർ 3 പേരും പൊട്ടിച്ചിരിച്ചു. അതിനുശേഷം ദേവു അവളുടെ സ്കൂട്ടർ എടുത്തിറങ്ങി. കുറച്ചു നേരം വണ്ടി ഓടിച്ചപ്പോൾ അവൾക്ക് തോന്നി ആരോ പുറകെയുണ്ടെന്ന്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ശരിയാണ്, ഒരു ബ്ലാക്ക് കളർ സ്കോർപിയോ അവളെ ഫോളോ ചെയ്യുകയാണ്. പക്ഷേ ആ കാർ അവളെ ഓവർടേക്ക് ചെയ്ത് അവളുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. അതിൽ നിന്നും നല്ല തടിയന്മാരായ ഗുണ്ടകൾ ഇറങ്ങി. അത് കണ്ടപ്പോൾ അവൾക്ക് ആദ്യമേ ഒരു പേടി തോന്നിയെങ്കിലും പിന്നെ അത് പുഞ്ചിരിയിലേക്ക് മാറി. ഹായ് ഗുണ്ടച്ചേട്ടന്മാരെ, നിങ്ങളെപ്പോലെയുള്ള ഗുണ്ടകളെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും നന്നായി. ഞാൻ ഈ കാടിയിലൊന്ന് വലിച്ചു നോക്കട്ടെ ചേട്ടാ. വണ്ടിയിൽ നിന്ന് താളം പിടിച്ച് നിഷ്കുവായിട്ട് പറയുന്ന ദേവുവിനെ കണ്ടിട്ട് ഗുണ്ടകൾക്ക് വരെ സംശയമായി പോയി തങ്ങൾ ഗുണ്ടകളാണോ എന്ന്. എടിയടി, കൂടുതൽ നകളിക്കല്ലേ, നിന്റെ ചിരിയൊക്കെ കറക്കാൻ പോവാ. ഇതും പറഞ്ഞ് ഗുണ്ടച്ചേട്ടൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. അവൾ അവനെ ദഹിപ്പിച്ചു നോക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവനിട്ടൊന്ന് പൊട്ടിച്ചു. ഡീ, അവൻ അലറി. പിടിച്ചു കെട്ടടാ അവളെ. അതും പറഞ്ഞ് അവളെ ഒരുത്തൻ പിടിക്കാൻ വന്നു. പക്ഷേ പിടിക്കുന്നതിന് മുൻപ് അവൻ തെറിച്ചുപോയി. എല്ലാവരും ഇടിവന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി. സർവ്വതും ചുട്ടരിക്കാനുള്ള ശക്തി ആ കണ്ണുകളിൽ പ്രകടമായിരുന്നു. ആ പകയിൽ ചെറുതായ ഒരു പേടി ആദ്യം അവർക്ക് തോന്നിയെങ്കിലും പിന്നെ അതൊരു പുച്ഛച്ചിരിയായി മാറി. ആ കൊള്ളാലോ, നമുക്കൊന്നിനു പകരം 2 ഗോൾ അടിച്ചല്ലടാ. എന്തായാലും 3 നല്ല അടിപൊളി പീസാ. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് ദേവുവിൻ്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. അവൾ ആ പേരുച്ചരിച്ചു. അന്നു. ഡി, നീ എന്നാലും ഇത്ര കറക്റ്റ് ടൈമിൽ എങ്ങനെ വന്നു? അച്ചു എന്തിയേ? അവൾ ഇച്ചേനെ വിളിക്കാൻ പോയി, ഫോൺ എടുക്കുന്നില്ല അവർ. പിന്നെ ഇവരിവിടെ ഹാജരാവുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഒറ്റയ്ക്ക് വിട്ടത്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇപ്പം നമുക്കിതങ്ങ് തീർത്തു കൊടുക്കാം. പിന്നല്ല, നമുക്ക് തീർത്തു കൊടുക്കാന്നേ. അവർ കാര്യം പറയുന്നതിനിടയിലൂടെ ഒരുത്തൻ അന്നുവിൻ്റെ കയ്യിൽ പിടിക്കാൻ വന്നു. അവൾ ദേവുവിനോട് കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ കൈ പിടിച്ച് പുറമോട്ട് തിരിച്ചു. അവൻ വേദന കൊണ്ട് അലറി. കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണോ നീ കയറി വരുന്നത്? ഗോളില്ലാത്ത ഗോൾ പോസ്റ്റ് കയറി ഗോൾ അടിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് നിങ്ങളുടെ ആ പന്ന ഓഷമോളോട് മാഡത്തോട് പറഞ്ഞേര്. പിന്നെ അവിടെ നടന്നത് ഒരു 1.5 അടിയായിരുന്നു. അങ്ങനെ അന്നുവും ദേവുവും കൂടി അവരെ ചവിട്ടി കൂട്ടുന്നതിനിടയിലാണ് നമ്മുടെ ആൺസംഘം കൂടാതെ അച്ചുവും. അച്ചു വന്നപ്പോൾ തന്നെ ഒരുത്തൻ പിറകിൽ കൂടി വന്ന് അന്നുവിനെ ലോക്ക് ചെയ്യാൻ വന്നു.
അച്ചു ഇത് കണ്ടപ്പോൾ അപ്പുവിനെയും ഇച്ചായനെയും ബാലൻസ് ചെയ്ത് ഉയർന്ന കാലുകൊണ്ട് ചവിട്ടിയിട്ടു. പിന്നെ അവളും അവരോടൊപ്പം കൂടി. ഇത് കണ്ട് കിളി പറത്ത് നിൽക്കുകയാണ് നമ്മുടെ ആൺകുട്ടികൾ. ഇച്ചായനും അപ്പവും റോബിനുമൊക്കെ ആത്മകഥം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളുമാരെ കെട്ടിയാൽ അവന്മാരുടെ കാര്യം പോക്കാം. ഇച്ചായൻ ഇതേ സമയം അന്നുവിൻ്റെ ഓരോ അടിയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അത്രയ്ക്കും നല്ല രീതിയിലാണ് ഓരോ അടിയും ഡിഫെൻഡ് ചെയ്തത്. വാടാ, നമുക്കും അവന്മാർക്കിട്ട് 2 പൊട്ടിക്കാം. ശരിയാ, വാടാ, അവന്മാരുടെ ചൊരുക്കങ്ങ് തീർത്തു കൊടുത്തേക്കാം. ഇതും പറഞ്ഞ് പോകാൻ തുടങ്ങിയ അവരെ ഇച്ചായൻ തടഞ്ഞു. സമയമായിട്ടില്ല. പെൺപിള്ളേരെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അവർ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. ദേ, ആ നിൽക്കുന്ന 3 എണ്ണത്തിനെ കണ്ടോ? വായ തുറന്നാൽ ചളി പറയുന്നവരാണെന്ന് തോന്നുമോ? ഒരിക്കലുമില്ല. പെൺകുട്ടികൾ എപ്പോഴും തീയാവണം. തൊട്ടാൽ പൊള്ളുന്ന തീ, ഒരിക്കലും അണയാത്ത തീ. അപ്പോൾ ഇവന്മാരെ പോലെയുള്ളവർ പേടിക്കും. പിന്നെ ഒരിക്കലും ഈ നാട്ടിൽ പീഡനം നടക്കില്ല. സോ, ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ സമയത്തിനായി കാത്തിരിക്കാം. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. കൂട്ടത്തിൽ 2 തടിമാടന്മാരായ ഗുണ്ടച്ചേട്ടന്മാർ അന്നുവിനെയും ദേവുവിനെയും അച്ചുവിനെയും ലോക്ക് ചെയ്യാനായിട്ട് വന്നു. അവർ നമ്മുടെ പെൺസംഘത്തെ ലോക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് നമ്മുടെ മോർ സംഘത്തിന് ദേഷ്യം വന്നു. അവർ കളിക്കിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഡാ, വടാ, ഒറ്റയെറിഞ്ഞ ഇവിടുന്ന് നേരെ ചൊവ്വേ എണ്ണീറ്റ് പോകരുത്. ഒന്നാമതേ ഒരച്ചായത്തിൻ്റെ അടി കിട്ടി അവന്മാരുടെ ബോഡി പഞ്ചറായിരിക്കുകയാണ്. ഇനി അച്ചായന്മാരുടെ അടി അവന്മാർക്ക് കാണിച്ചു കൊടുക്കാം. അവർ 3 പേരും മുണ്ടുമടക്കി കുത്തി രോമാവൃതമായ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണക്കുരിശിൽ ഒന്ന് മുത്തി. ഐശ്വര്യമായിട്ട് ഞാനങ്ങ് തുടങ്ങാം. അല്ലേ ഹുവാ, നീ നമ്മുടെ സാധനം ഇങ്ങെടുക്ക്. റോബിനും അപ്പവും പരസ്പരം സൈറ്റ് അടിച്ച് കാണിച്ചു. എന്നിട്ട് കാറിൻ്റെ ഡിക്കി തുറന്ന് 3 ഹോക്കി സ്റ്റിക്ക് കയ്യിലെടുത്തു. ഒരു ഹോക്കി സ്റ്റിക്ക് അച്ചായൻ്റെ നേരെ എറിഞ്ഞു. അവൻ ചാടി അത് പിടിച്ചു. നമുക്ക് ശുദ്ധികലശം തുടങ്ങിയാലോ? പിന്നല്ല, വാടാ. ഇച്ചായൻ ഹോക്കി സ്റ്റിക്ക് അന്നുവിനെ പിടിക്കാൻ വന്നവൻ്റെ നേർക്കെറിഞ്ഞു. അവൻ മലർന്നടിച്ച് വീണു. അവൻ ഓടിച്ചെന്ന് അവൻ്റെ മുടിക്കുത്തിരി പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൻ്റെ മൂക്കിൽ തുടരെ പഞ്ച് ചെയ്തു. അവൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര ചീറ്റി. നേതാവെന്ന് തോന്നുന്ന ഒരാളെ ഇച്ചായനും ബാക്കിയുള്ളവരും ചേർന്ന് ചവിട്ടിക്കൂട്ടി. പിന്നെ അവിടെ നടന്നത് ഒരു ശുദ്ധി കലശം തന്നെയായിരുന്നു. നമ്മുടെ പിള്ളേർ സെറ്റ് ഗുണ്ടച്ചേട്ടന്മാരെ അടിച്ചു നിരപ്പാക്കി. ഇച്ചായൻ ആ നേതാവിൻ്റെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ വയറ്റിൽ മുട്ടുകൾ കയറ്റി. അവൻ വേദന കൊണ്ട് അലറി. അലറടാ, അലറ, നീയൊക്കെ അലറണം. ഇനി പെൺപിള്ളേരുടെ ദേഹത്ത് തൊടുമ്പോൾ നീയൊക്കെ ഇത് ഓർക്കണം. നീയൊക്കെ ഒരിക്കലെങ്കിലും ഓർത്തിട്ടുണ്ടാ? നീയൊക്കെ ഉപദ്രവിക്കുന്ന പെൺപിള്ളേരെ എത്ര കഷ്ടപ്പെടാണ് വളർത്തുന്നതെന്നും നിന്നെപ്പോലുള്ളവന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നതെന്നും. ഈ നീയൊക്കെ ഏതെങ്കിലും പെൺപിള്ളേരെ തൊടുമ്പോൾ ഞാൻ ഇന്ന് നിനക്ക് തന്ന അടി ഓർക്കണം. അവർക്ക് ചോദിക്കാനും പറയാനുമൊക്കെ എന്നെപ്പോലുള്ള ആങ്ങളമാരുണ്ടെന്ന് നീയൊക്കെ ഓർക്കണം. ഇനി മേലാൽ എൻ്റെ പെങ്ങന്മാരുടെയോ ഇവളുടെയോ അടുത്ത് നിന്നെ കണ്ട അപ്പോൾ കാണാം. അതും പറഞ്ഞ് അവൻ്റെ വിരൽ വായുവിൽ ചലിപ്പിച്ചു. ഇവന്മാരെ കൊണ്ടുപോകാൻ ആംബുലൻസ് ഇപ്പോൾ വരും, നിങ്ങൾ വാ. പക്ഷേ നമ്മുടെ പെൺസംഘത്തിന് ഇച്ചായൻ്റെ ഇങ്ങനെയൊരു രൂപം ഉള്ളിൽ പേടി നിറച്ചു. അത് മനസ്സിലാക്കിയെന്നോണം അവരെ 3 പേരെയും ചേർത്ത് പിടിച്ച് അവർ നാഥൻ വിളയിലേക്ക് പോയി. പറ ദേവു, എന്താ പറ്റിയത്? ദേവു നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അന്നുവും അച്ചുവും സാന്ദ്രയാണ് ഇതിൻ്റെ പുറകിലെന്നും അവളാണ് ഈ കൊട്ടേഷൻ കൊടുത്തതുമെന്നുള്ള സത്യങ്ങളും പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് ബാക്കി 3 പേരുടെയും കണ്ണുകളിൽ പകയെരിഞ്ഞു. അവർ എല്ലാവരും ചില കാര്യങ്ങൾ മനസ്സിൽ തീരുമാനിച്ചു. ഡാ, നീ എങ്ങോട്ടാണ് അവന്മാരെ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്തത്? അവരെ നമ്മുടെ പഴയ ബംഗ്ലാവിലേക്കാണ് കൊണ്ടുപോയത്. നമുക്കങ്ങോട്ട് പോയാലോ? പോവാം. ആ സാന്ദ്രയ്ക്ക് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ട്രീറ്റ് അതൊരൊന്നൊന്നര ട്രീറ്റ് ആയിരിക്കണം. ഇച്ചായനും റോബിനും ഒന്ന് പുഞ്ചിരിച്ചു.